പശ്ചിമേഷ്യയിൽ യുദ്ധമാണോ സമാധാനമാണോ പുലരുവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. യുദ്ധം അവസാനിക്കുന്നു, വെടിനിർത്തൽ കരാറിലേക്ക് വീണ്ടും അമേരിക്കയും ഇറാനും എത്തുന്നു എന്ന് മാധ്യമങ്ങളെല്ലാം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തി. അത് അക്ഷരാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളെയെല്ലാം തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ യാതൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നാളുകൾക്ക് മുമ്പ് തന്നെ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ട്രംപിനെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, കാരണം അയാൾ വിശ്വസിക്കുവാൻ കൊള്ളാത്തവനാണ് എന്ന്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം വരുവാൻ പോകുന്നു, ചർച്ചകൾ പുരോഗമിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നല്ല വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് വിളിച്ചു പറഞ്ഞ ട്രംപ് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇറാനെ വീണ്ടും ആക്രമിക്കുവാൻ പേർഷ്യൻ ഗൾഫ് മേഖലകളിലുള്ള സൈനിക ക്യാമ്പുകൾക്ക് ആഹ്വാനം നൽകി ആക്രമണവും നടത്തി. പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രതീക്ഷയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. താൽക്കാലിക വെടിനിർത്തൽ കരാർ എന്നതിനപ്പുറം ശാശ്വതമായ യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നും 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുവാൻ ധാരണയായി എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ഇതുവരെയും ലഭിച്ചതായി എവിടെയും ആരും റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഏതൊക്കെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം താൽക്കാലികമായോ അല്ലെങ്കിൽ ശാശ്വതമായോ യുദ്ധവിരാമം ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇറാൻ മുൻപോട്ട് വെക്കുന്ന പല നിർദ്ദേശങ്ങളും ട്രംപിന് ഇപ്പോഴും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തന്നെ അമേരിക്കയുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുവാൻ ഇറാനും പ്രയാസമാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിന്റെ പിൻപിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും പുനർനിർമ്മിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇറാൻ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. 3 മാസത്തിലധികം നീണ്ട സംഘർഷങ്ങളിലും ബോംബാക്രമണങ്ങളിലും തകർന്ന ഇറാനെ പുനർനിർമ്മിക്കുന്നതിന് ഏകദേശം $300 ബില്യൺ നിക്ഷേപ പദ്ധതികളുടെ പ്രോജക്റ്റാണ് ഇറാൻ മുൻപോട്ട് വെക്കുന്നത്. ഒപ്പം വർഷങ്ങളായി തുടരുന്ന ഇറാന്റെ മേലുള്ള അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ തിരിച്ചു പിടിക്കേണ്ടതും ഇറാന്റെ ആവശ്യമാണ്. $300 ബില്യൺ മുതൽ $1 ട്രില്യൺ വരെയാണ് യുദ്ധത്തിൽ ആകെ ഇറാനുണ്ടായ നഷ്ടം എന്നാണ് ആഭ്യന്തര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ പുനർനിർമ്മാണ സംവിധാനം എന്ന നിലയിലേക്കാണ് ഈ നിർദ്ദേശത്തെ ഇറാൻ ഭരണകൂടം മുൻപോട്ട് വെക്കുന്നത്. ഇറാനിലുള്ള വ്യാപാര സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിച്ചാൽ നിക്ഷേപ പങ്കാളിത്തത്തിലൂടെയും സംയുക്ത സംരംഭങ്ങളിലൂടെയും പ്രധാന US എണ്ണ ഊർജ്ജ കമ്പനികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള വ്യാപാര പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതാണ് ഈ കരട് നിർദ്ദേശം എന്നാണ് അറിയുവാൻ കഴിയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മുകളിൽ പ്രസ്താവിച്ച വിഷയത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രശ്നമാണ് ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി എന്നുള്ളത്. എത്രയും വേഗം വ്യാപാര വാണിജ്യ കപ്പലുകൾക്ക് ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം പിൻവലിക്കുന്നത് ഹോർമോസ് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഹോർമുസ് എന്ന തന്ത്രപ്രധാനമായ ജലപാതയുടെ നിയന്ത്രണ അധികാരം ഇറാന്റെയും ഒമാന്റെയും അവകാശമായി നിലനിർത്തണമെന്നാണ് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ട്രംപ് അക്കാര്യത്തിന് സമ്മതം മൂളിയിട്ടില്ല. ടോൾ എന്ന ആവശ്യം നിരസിച്ച ട്രംപ് ഹോർമുസ് അന്താരാഷ്ട്ര ഷിപ്പിങ്ങിനായി തുറന്നിരിക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിനും അനുവദിക്കുവാൻ കഴിയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ആരുടെയും കുത്തകയല്ല, എല്ലാവരുടെയുമാണ്. എല്ലാ രാജ്യങ്ങൾക്കുമായി ആ വാതിൽ എപ്പോഴും തുറന്നു കിടക്കണം. ഏതെങ്കിലും ഒരു രാജ്യം നിയന്ത്രിക്കേണ്ട ഒന്നല്ല ഹോർമുസ് എന്നും രാജ്യാന്തര ജലപാതയാണ് ഇതെന്നുമാണ് ട്രംപിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ നിയന്ത്രണത്തിന് അവകാശം ഉന്നയിച്ചാൽ ഒമാനെ ചുട്ടു ചാമ്പലാക്കും എന്നുകൂടി ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് എന്ന തന്ത്രപ്രധാനമായ ജലപാത ഒരു കാരണവശാലും അവർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയുന്നതല്ല. ഇനി അഥവാ ട്രംപ് പറഞ്ഞതുപോലെ അത് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി വിട്ടുകൊടുക്കാം എന്ന ധാരണയിൽ എത്തുകയാണെങ്കിൽ പകരം ഇറാന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി അടിയന്തരമായി $300 ബില്യൺ അതുകൂടാതെ ദീർഘവർഷങ്ങൾ കൊണ്ട് അമേരിക്കൻ ഭരണകൂടം വിവിധ രാജ്യങ്ങളിലായി മരവിപ്പിച്ചിട്ടിരിക്കുന്ന ഇറാന്റെ ആസ്തികളും വിട്ടുകൊടുക്കണം. വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികളാണ് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വിട്ടുകിട്ടിയാൽ ഇറാന്റെ പുനർനിർമ്മാണം മാത്രമല്ല, സമൃദ്ധിയുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിലേക്ക് നിസ്സാര നാളുകൾ കൊണ്ട് അവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാനും കഴിയും. വിദേശ ബാങ്കുകളിൽ ഇറാന്റെ ഏകദേശം $24 ബില്യൺ മരവിപ്പിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഉപരോധം നീക്കിയാൽ ഇറാനിലേക്ക് കൂടുതൽ വിദേശ നാണ്യം ഒഴുകിയെത്തുമെന്ന് ഇറാൻ കരുതുന്നു. ഇതിനുവേണ്ടിയുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്നാൽ ആരംഭകാലം മുതൽ ഈ നിമിഷം വരെ അമേരിക്ക ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക, ആണവോർജ്ജം ഒന്നുകിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ ഇറാന്റെ ആണവോർജ്ജം അമേരിക്കയ്ക്ക് കൈമാറുക എന്നുള്ള ട്രംപിന്റെ ആവശ്യത്തോട് അമേരിക്കയുടെ ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്രങ്ങൾക്ക് പോലും താല്പര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ട്രംപ് കടുംപിടുത്തം തുടരുകയാണ്.
യുറേനിയം സ്റ്റോക്ക് അമേരിക്കയിലേക്ക് തന്നെ മാറ്റണം, പകരം റഷ്യയോ ചൈനയോ അത് ഏറ്റെടുക്കുന്നതിനെ ട്രംപ് എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇറാന് ഇത് സമ്മതമല്ല. റഷ്യയിലേക്ക് മാറ്റാനാണ് എങ്കിൽ ഇറാൻ അംഗീകരിക്കും എന്നാണ് അവരുടെ നിലപാട്. എന്തായാലും അണിയറയിൽ ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. ഞാൻ ഈ മുകളിൽ പ്രസ്താവിച്ച കാര്യങ്ങളൊക്കെയാണ് വാർത്താ മാധ്യമങ്ങൾ നിരന്തരമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയും പുറം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ കാണുന്ന ഇറാന്റെ കത്തുന്ന എണ്ണപ്പാടങ്ങളും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള നാവികസേനയുടെ പുനർവിന്യസിക്കലും വാർത്താ ചാനലുകളിൽ തുടർച്ചയായി കാണിക്കുന്ന മിസൈൽ പ്രതിരോധ ദൃശ്യങ്ങളും മാത്രമാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ വരുന്ന അരനൂറ്റാണ്ടിലെ ആഗോള ചരിത്രത്തെ നിർണ്ണയിക്കുവാൻ പോകുന്ന യഥാർത്ഥ സംഭവ വികാസങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കൽ മാത്രമാണ് ഇവയൊക്കെ എന്ന് സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു പഠിതാവിന് പറയുവാൻ കഴിയും. അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ നാടകീയമായ സൈനിക നീക്കങ്ങളിൽ ലോകശ്രദ്ധ മുഴുവനും തറഞ്ഞു നിൽക്കുമ്പോൾ ഒരു രാജ്യം മാത്രം ദൂരെ മാറി നിന്ന് വളരെ കുറച്ചു മാത്രം സംസാരിച്ച് നിശബ്ദമായി കരുക്കൾ നീക്കുകയാണ്. പാശ്ചാത്യ നിരീക്ഷകർക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അത്രയും വേഗത്തിലാണ് അവർ തന്ത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം ചൈനയാണ്. ഇതിലേറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്തെന്നാൽ ചൈന ഇതുവരെ ഒരു മിസൈൽ പോലും തൊടുത്തിട്ടില്ല, ഒരൊറ്റ സൈനികനെ പോലും വിന്യസിച്ചിട്ടില്ല, ആർക്കും ഒരു മുന്നറിയിപ്പ് പോലും നൽകിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് ചക്രങ്ങളെ അടിസ്ഥാനമാക്കി തന്ത്രങ്ങൾ മെനയുന്ന പാശ്ചാത്യരെ പോലെയല്ല, മറിച്ച് തലമുറകളെ അടിസ്ഥാനമാക്കി തന്ത്രപരമായി സമയത്തെ കണക്കാക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ക്ഷമയോടെ അവർ നോക്കി നിൽക്കുകയും കാത്തിരിക്കുകയും കൃത്യമായി നിലയുറപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട ചിലരെങ്കിലും കമന്റ് ബോക്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴും ചൈനയെ പിന്തുണയ്ക്കുന്നു, ചൈനീസ് പ്രചാരണം നടത്തുന്നു, നിങ്ങളുടേത് പക്ഷപാതപരമായ നിലപാടാണ് എന്നൊക്കെ. അവർക്കെല്ലാം എനിക്ക് നൽകുവാനുള്ള ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വിഷയത്തെ നോക്കുന്നത് മറ്റുള്ളവർ നോക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. അതായത് ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുക, അതിലെ പാറ്റേണുകൾ തിരിച്ചറിയുക, ആ ആശയങ്ങൾ എങ്ങോട്ടാണോ നയിക്കുന്നത് ആ വഴിക്ക് സഞ്ചരിക്കുക, അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയുന്ന വിശദീകരണങ്ങൾ തെറ്റാണെങ്കിൽ അത് എവിടെയാണ് തെറ്റിയത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാം. അതിലും മികച്ച വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ തിരുത്തുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്കൊരു വസ്തുതാപരമായ പിശക് പോലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ വാദം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിശകലനം അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള അടിത്തറയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കാരണം മെഷീനുകൾ പ്രവർത്തിപ്പിക്കുവാൻ എണ്ണ വേണം എന്ന ലളിതമായ വസ്തുതയ്ക്കപ്പുറം എണ്ണയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും തന്ത്രപരമായ പ്രാധാന്യമുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയില്ല. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ അമേരിക്ക അസാധാരണമായ ഒരു ഘടനാപരമായ നേട്ടത്തിന്റെ പീഠത്തിലായിരുന്നു. യൂറോപ്പും ഏഷ്യയും തകർന്നടിഞ്ഞപ്പോൾ അമേരിക്കയുടെ വ്യവസായ അടിത്തറ വളരെ സുരക്ഷിതമായിരുന്നു. അവരുടെ സൈന്യം ഭൂമിയിലെ ഏറ്റവും വലുതും കരുത്തുള്ളതുമായിരുന്നു. ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അവരുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ അത്യധികം സജ്ജമായിരുന്നു. ബ്രട്ടൻ വുഡ് സിസ്റ്റം, മാർഷൽ പ്ലാൻ, അമേരിക്കൻ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആധിപത്യം എന്നിവയൊക്കെ ഈ മേൽക്കൈയുടെ അറിയപ്പെടുന്ന ഉദാഹരണങ്ങളാണ്. ഇതേക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി രണ്ടു വാക്ക് അതും പറഞ്ഞു പോകാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞുപോയ ലോക സമ്പദ് വ്യവസ്ഥയെ തിരിച്ചുപിടിക്കുവാനും അന്താരാഷ്ട്ര സാമ്പത്തിക രംഗം പുനർക്രമീകരിക്കുവാനുമായി കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളായിരുന്നു ഇവ. ലളിതമായി പറഞ്ഞാൽ ബ്രട്ടൻ വുഡ് സിസ്റ്റം ആഗോള സാമ്പത്തിക നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മാർഷൽ പ്ലാൻ യുദ്ധത്തിൽ തകർന്ന യൂറോപ്പിനെ സാമ്പത്തികമായി സഹായിച്ചു. 1944 അമേരിക്കയിലെ ന്യൂ ഹാംപ്ഷയറിലുള്ള ബ്രട്ടൻ വുഡ്സ് എന്ന സ്ഥലത്ത് വെച്ച് 44 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു സമ്മേളനം നടന്നു. ലോക വ്യാപാരവും സാമ്പത്തിക വ്യവസ്ഥയും സുരക്ഷിതമാക്കുവാൻ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ സംവിധാന പ്രകാരം ലോകരാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം അമേരിക്കൻ ഡോളറുമായി ഘടിപ്പിച്ചു. ഡോളറിന്റെ മൂല്യം സ്വർണത്തിന്റെ വിലയും നിശ്ചയിച്ചു. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസിയായി അവിടെ ഡോളർ മാറുകയായിരുന്നു. ഈ സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ പ്രമുഖ സാമ്പത്തിക സംഘടനകളായ IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയ നിധി, പിന്നെ ലോക ബാങ്ക്, ഈ രണ്ട് സംഘടനകളും നിലവിൽ വന്നത്. രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാനും കറൻസി മൂല്യം നിലനിർത്തുവാനും ഇത് സഹായിക്കുന്നു. വേൾഡ് ബാങ്ക് യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനുമായി പണം കടം നൽകുവാൻ രൂപീകരിച്ചതാണ്. ഇതിന്റെ അവസാനം 1971 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കുന്ന രീതി നിർത്തലാക്കിയതോടുകൂടി ബ്രട്ടൻ വുഡ് സിസ്റ്റം ഔദ്യോഗികമായി അവസാനിച്ചു. എങ്കിലും IMFും ലോകബാങ്കും ഇപ്പോഴും തുടരുകയാണ്. അടുത്തത് മാർഷൽ പ്ലാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലും തകർച്ചയിലുമായിരുന്നു. ഈ അവസരത്തിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി 1948 അന്നത്തെ
US വിദേശകാര്യ സെക്രട്ടറി ജോർജ് മാർഷൽ മുൻപോട്ട് വെച്ച പദ്ധതിയാണിത്. ഔദ്യോഗിക നാമം യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം എന്നാണ്. ഈ പ്ലാൻ പ്രകാരം അമേരിക്ക ഏകദേശം $13 ബില്യൺ, ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ വളരെ വലിയൊരു തുകയാണിത്. ഇത്രയും വലിയ തുക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമായി നൽകി. അതിന്റെ ലക്ഷ്യങ്ങൾ തകർന്നടിഞ്ഞുപോയ യൂറോപ്യൻ വ്യവസായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പുനർനിർമ്മിക്കുക, മേഖലയിൽ വ്യാപാരം പുനരാരംഭിക്കുക, കമ്മ്യൂണിസത്തെ തടയുക എന്നുള്ളവയായിരുന്നു. കാരണം കടുത്ത ദാരിദ്ര്യം മൂലം യൂറോപ്യൻ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു. അത് തടഞ്ഞ് ജനാധിപത്യവും ഒപ്പം മുതലാളിത്തവും സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ ശക്തമായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ അമേരിക്കൻ ശക്തിയെ ഇത്രയും കാലം നിലനിർത്തിയ പലർക്കും വ്യക്തമായി അറിയാത്ത മറ്റൊരു തന്ത്രം കൂടിയുണ്ട്. അത് എണ്ണയാണ്. സൗദി അറേബ്യയുമായുള്ള ഉഭയകക്ഷി കരാർ, സാമ്പത്തിക ഘടന എന്നിവയുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം സുശക്തമായിരുന്നു എന്നുള്ളത് വസ്തുതകൾ പഠിച്ചു മനസ്സിലാക്കിയവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കാലക്രമേണ ഇത് ലോകത്തിന് തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയയായി അനുഭവപ്പെട്ടു. കരാർ വളരെ ലളിതമായിരുന്നു. സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും അമേരിക്കൻ ഡോളറിൽ മാത്രമായിരിക്കും നിശ്ചയിക്കുക. എണ്ണ എങ്ങോട്ട് പോയാലും എവിടെ നിന്ന് വന്നാലും അതിന്റെ വില നിശ്ചയിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും US ഫെഡറൽ റിസർവ് പുറത്തിറക്കുന്ന കറൻസിയിലായിരിക്കും. പകരം സൗദിക്ക് എന്താണ് ലഭിക്കുക? സൗദി ഭരണകൂടത്തിന് അമേരിക്ക പൂർണ്ണമായും സൈനിക സുരക്ഷ നൽകും. കേൾക്കുമ്പോൾ സുഖമുള്ളതാണ് എങ്കിലും തത്വത്തിൽ ഈ കരാറിലൂടെ ഗൾഫിലെ നാവികസേനാ സാന്നിധ്യം, ആയുധ കൈമാറ്റം, രാഷ്ട്രീയ പിന്തുണ, അങ്ങനെ അമേരിക്കൻ സുരക്ഷാ ഗ്യാരണ്ടിയുടെ മുഴുവൻ ഭാരവും സൗദി അറേബ്യയ്ക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമായതിനാലും അവരുടെ തീരുമാനങ്ങൾ ആഗോള എണ്ണ വിലയെ സ്വാധീനിച്ചിരുന്നതിനാലും മറ്റു പ്രധാന ഗൾഫ് ഉൽപാദകരും ഇതേ വഴി തന്നെ പിന്നീട് പിന്തുടർന്നു. ഇതിന്റെ ഫലമായി ലോകത്തിലെ എല്ലാ എണ്ണ ഇടപാടുകൾക്കും വാങ്ങുന്നയാൾ ആദ്യം US ഡോളർ കൈവശം വെക്കേണ്ടതായിട്ട് വന്നു. സ്വന്തം സമ്പദ് വ്യവസ്ഥയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഏതൊരു രാജ്യത്തിനും എണ്ണ ആവശ്യമായിരുന്നു. എണ്ണ ആവശ്യമുള്ള ഏതു രാജ്യത്തിനും ഡോളറും ആവശ്യമായി വന്നു. അതിനാൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ഏതൊരു സമ്പദ് വ്യവസ്ഥയ്ക്കും അമേരിക്കൻ കറൻസിയോട് ഒരു ഘടനാപരമായ ആവശ്യം നിലനിന്നിരുന്നു. ഇത് അമേരിക്കയുടെ സാമ്പത്തിക മാനേജ്മെന്റിലുള്ള വിശ്വാസം കൊണ്ടോ അമേരിക്കൻ ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യം കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് ഊർജത്തിനായുള്ള ഭൗതികമായ ആവശ്യകത കൊണ്ട് മാത്രമായിരുന്നു. മറ്റ് രാജ്യങ്ങൾ ഇത് പിന്തുടർന്നതിനാൽ തകർച്ചയിലേക്ക് നയിക്കാവുന്ന വലിയ വ്യാപാര കമ്മി യാതൊരു കുഴപ്പവുമില്ലാതെ തുടർച്ചയായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ അമേരിക്കയെ ഈ സംവിധാനം സഹായിച്ചു. ഇതാണ് ഒരേ സമയം അമേരിക്കൻ സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കുവാനും സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുവാനും സാമ്പത്തിക വിപണി വികസിപ്പിക്കുവാനും അവർക്ക് അനുമതി നൽകിയത്. പെട്രോ ഡോളർ സംവിധാനം എന്നുള്ളത് അമേരിക്കൻ ശക്തിയുടെ ഒരു ഭാഗം മാത്രമല്ല, അതിനു മുകളിലാണ് അമേരിക്കൻ ശക്തിയുടെ മറ്റെല്ലാ ഘടകങ്ങളും കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഈ സുസ്ഥിരമായ അടിത്തറയാണ് നിലവിലെ യുദ്ധം തകിടം മറിക്കുവാൻ പോകുന്നത്. സൈനിക വാർത്തകളുടെ മാത്രം പിന്നാലെ പോകുന്നവർക്ക് ഈ നീക്കങ്ങളും അറിവുകളും ലഭ്യമാവില്ല. ഈ പറഞ്ഞ പെട്രോ ഡോളർ സംഘർഷത്തിൽ ആദ്യത്തെ അമേരിക്കൻ യുദ്ധവിമാനം ഇറാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് ഒരു ദശകം മുൻപ് തന്നെ ചൈന പെട്രോ ഡോളർ സംവിധാനത്തിന്റെ പ്രവർത്തന ഘടനയെ നേരിട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രം നടപ്പാക്കി വരികയായിരുന്നു. ഇത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെയല്ല, മറിച്ച് ഒരു ബദൽ സംവിധാനം നിർമ്മിച്ചുകൊണ്ടായിരുന്നു. ഇതിലേറ്റവും ദൃശ്യമായ ഘടകം ഊർജ്ജ സ്രോതസ്സുകളുടെ സുരക്ഷിതത്വമായിരുന്നു. ചൈനയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഇറക്കുമതിക്കാർ. തങ്ങളെ ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്ന വ്യവസായ മേഖലയ്ക്ക് ഇന്ധനം പകരുവാൻ പ്രതിദിനം ഏകദേശം 11 ദശലക്ഷം ബാരൽ എണ്ണയാണ് ചൈനയ്ക്ക് ആവശ്യമുള്ളത്. പെട്രോ ഡോളർ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഡോളർ അധിഷ്ഠിത ഇടപാടുകൾ ആവശ്യപ്പെടുന്ന വലിയൊരു വിപണിയാണ്. എന്നാൽ ചൈന വർഷങ്ങളായി ഈ ഇടപാടുകളിലെ ഡോളറിന്റെ സാന്നിധ്യം വ്യവസ്ഥാപിതമായി കുറച്ചു കൊണ്ടുവരികയായിരുന്നു. അതിനായി അവർ ഉപയോഗിച്ചത് ഉപരോധങ്ങളുടെ ഭൂമിശാസ്ത്രമാണ്. കർശനമായ അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാനും വെനസ്വേലയ്ക്കും തങ്ങളുടെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ സാധാരണ വിലയ്ക്ക് വിൽക്കുവാൻ സാധിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും മുൻപിൽ ചൈന ഒരു ബദൽ മാർഗം മുൻപോട്ട് വെച്ചു. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുക, ചൈനീസ് കറൻസിയായ യുവാനിൽ പണം നൽകുക, അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് പുറത്ത് ഇടപാടുകൾ നടപ്പിലാക്കുക. ചൈന പ്രതിദിനം 1 ദശലക്ഷത്തിലധികം ബാരൽ ഇറാനിയൻ എണ്ണയും വലിയ തോതിൽ വെനസ്വേലയും എണ്ണയും ഈ വഴി വാങ്ങിക്കൂട്ടി. എണ്ണയുടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കുവാൻ മൂന്നാം രാജ്യങ്ങൾ വഴിയുള്ള റൂട്ടിംഗ് ക്രമീകരണങ്ങളാണ് ചൈന ഉപയോഗിച്ചത്. ഇതിന്റെ തോത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്രമീകരണം അതിന്റെ പരകോടിയിലെത്തിയപ്പോൾ ചൈനയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 20% ഡോളർ സംവിധാനത്തിന് പുറത്താണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. അതായത് പ്രതിദിനം 11 ദശലക്ഷം ബാരലിന്റെ 20% ഇടപാടുകളിലും ഡോളറിന്റെ യാതൊരു ആവശ്യവും വന്നില്ല. ഇതൊരു ചെറിയ പരീക്ഷണമല്ല, മറിച്ച് വാണിജ്യ ബന്ധങ്ങളുടെ ക്ഷമയോടെയുള്ള ശേഖരണത്തിലൂടെ
പെട്രോ ഡോളർ ഘടനയ്ക്ക് മേൽ നടത്തിയ ശക്തമായ പ്രഹരമായിരുന്നു. തുടർന്ന് നോൺ ഡോളർ എണ്ണ വ്യാപാരത്തിനു വേണ്ടിയുള്ള സ്ഥാപനപരമായ അടിസ്ഥാന സൗകര്യങ്ങളിലും ചൈന നിക്ഷേപം നടത്തി. ഷാങ്ഹായ് ഇന്റർനാഷണൽ എനർജി എക്സ്ചേഞ്ച് യുവാൻ അധിഷ്ഠിത എണ്ണ ഫ്യൂച്ചേഴ്സ് കരാറുകൾ ആരംഭിച്ചു. ഇത് എണ്ണ വാങ്ങുവാനും വിൽക്കുവാനും പൂർണ്ണമായും ചൈനീസ് കറൻസിയിൽ ഫിനാൻസ് ചെയ്യുവാനും സഹായിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. റഷ്യ, ഇറാൻ, വെനസ്വേല എന്നിവരും മറ്റ് ചെറിയ ഉൽപ്പാദകരും ഇതിൽ പങ്കാളികളാകുവാൻ തുടങ്ങി. ഡോളർ വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വ്യാപ്തി ചെറുതായിരുന്നുവെങ്കിലും ഇതിന്റെ ദിശ വളരെ വ്യക്തവും സ്ഥിരതയുള്ളതുമായിരുന്നു. ആണവായുധങ്ങൾ, പ്രാദേശിക സുരക്ഷ, സഖ്യകക്ഷികളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഇറാനെതിരെയുള്ള അമേരിക്കൻ സൈനിക നടപടിയുടെ ഔദ്യോഗികമായ ന്യായീകരണങ്ങൾ. ഈ ആശങ്കകൾ യാഥാർത്ഥ്യമാണ്, നയപരമായി പ്രാധാന്യമുള്ളതുമാണ്. എന്നാൽ ഒരു പത്രപ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നയതന്ത്രജ്ഞൻ ചോദിക്കുന്നത് മറ്റൊന്നാണ്. ആ ചോദ്യം ഈ സൈനിക നടപടി ഏത് തരത്തിലുള്ള ഘടനാപരമായ ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഇറാൻ ക്യാമ്പയിന് തൊട്ടു മുൻപുള്ള 2 മാസങ്ങളിലെ സംഭവ വികാസങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ജനുവരിയിൽ അമേരിക്കൻ നടപടികൾ വെനസ്വേലൻ നേതൃത്വത്തെ ഫലപ്രദമായി മാറ്റുകയും വെനസ്വേലൻ എണ്ണ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും ചെയ്തു. ഇത് വർഷങ്ങളായി വികസിച്ചുകൊണ്ടിരുന്ന ചൈന വെനസ്വേല എണ്ണ ക്രമീകരണത്തെ തടസ്സപ്പെടുത്തി. ഫെബ്രുവരിയിൽ ഇറാനെതിരെയുള്ള സൈനിക ക്യാമ്പയിൻ ആരംഭിച്ചു. ഇത് ചൈന വികസിപ്പിച്ചെടുത്ത യുവാൻ അധിഷ്ഠിത എണ്ണ വിതരണത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സിനെ നേരിട്ട് ബാധിക്കുകയായിരുന്നു. ഏകദേശം 60 ദിവസങ്ങൾക്കുള്ളിൽ ചൈനയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 20%, അതായത് ഡോളർ സംവിധാനത്തിൽ നിന്നും വിജയകരമായി വേർപെടുത്തിയ ആ ഭാഗം അത് തടസ്സപ്പെട്ടു. ഒരു പത്രപ്രവർത്തകൻ ഇതിനെ 2 വ്യത്യസ്ത സംഭവങ്ങളായി കാണുമ്പോൾ ഒരു നയതന്ത്രജ്ഞൻ ഇതിനെ ചൈനയുടെ എണ്ണ വാങ്ങലിൽ വീണ്ടും ഡോളറിന്റെ ആശ്രിതത്വം കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ തന്ത്രപരമായ നീക്കത്തെ ലക്ഷ്യമിട്ടുള്ള ഏകോപിത നീക്കമായിട്ടാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധം ഒരേ സമയം ചൈനയ്ക്കെതിരെയുള്ള യുദ്ധമായി മാറുകയാണ്. അതെ, പെട്രോ ഡോളർ സംവിധാനത്തെ മറികടക്കുവാൻ ചൈന ഒരു ദശകമായി കെട്ടിപ്പടുത്ത ഘടനയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം. ദൈനംദിന വാർത്തകൾക്ക് കാണുവാൻ കഴിയാത്ത തലം ഇതാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താണ് പണയപ്പെട്ടിരിക്കുന്നതെന്നും ആരാണ് വിജയിക്കുന്നതെന്നും തിരിച്ചറിയുവാൻ കഴിയാത്തത്. ചൈനീസ് എണ്ണ ഇറക്കുമതിയുടെ 20% പെട്ടെന്ന് തടസ്സപ്പെടുത്തുന്നത് ചൈനയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടാക്കുമെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ കരുതി. എന്നാൽ അവർക്ക് ഇവിടെ വലിയൊരു പിഴവാണ് പറ്റിയത്. ചൈന ഈ നീക്കം മുൻകൂട്ടി കണ്ടില്ലെന്നാണ് അവർ അനുമാനിച്ചത്. എന്നാൽ ചൈന വർഷങ്ങളായി ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവരുടെ തയ്യാറെടുപ്പുകൾ താൽക്കാലിക പ്രതികരണങ്ങളായിരുന്നില്ല, മറിച്ച് വ്യവസ്ഥാപിതവും സമഗ്രവുമായിരുന്നു. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകളായിരുന്നു അവരുടെ ആദ്യത്തെ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ നിര. വലിയ തീരദേശ തുറമുഖങ്ങളിലും രാജ്യത്തുടനീളം വിതരണം ചെയ്യപ്പെട്ട ഭൂഗർഭ സംഭരണികളിലും വലിയ തോതിൽ എണ്ണ സംഭരിക്കുവാനുള്ള ശേഷി ചൈന വർഷങ്ങളായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ദിവസങ്ങളല്ല, മാസങ്ങളോളം നിലനിൽക്കുന്ന ഒന്നാണ്. അമേരിക്ക ഇറാൻ യുദ്ധത്തോടുകൂടി ഇറക്കുമതി തടസ്സപ്പെട്ടപ്പോൾ അമേരിക്കൻ ആസൂത്രകർ പ്രതീക്ഷിച്ച സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതെ ഈ റിസർവ് ബഫർ ആ ആഘാതത്തെ താങ്ങി നിർത്തി. റഷ്യയാണ് 2ാം ഘട്ടം നൽകിയത്. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 17% നൽകിയിരുന്ന റഷ്യ ഇറാനും വെനസ്വേലയും തടസ്സപ്പെട്ടപ്പോൾ വിതരണം വികസിപ്പിക്കുവാൻ പൂർണ്ണ സന്നദ്ധരായിരുന്നു. കാരണം അവർക്ക് വരുമാനം ആവശ്യമായിരുന്നു. ഒപ്പം ചൈന റഷ്യ ഊർജ്ജബന്ധം വികസിപ്പിക്കുന്നത് അവരുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് ഗുണകരവുമായിരുന്നു. റഷ്യ ചൈന ഊർജ്ജബന്ധം പൂർണ്ണമായും യുവാനിലും റൂബിളിലുമാണ് പ്രവർത്തിക്കുന്നത്. അതായത് അവിടെ ഡോളർ ഇടപാടുകൾ 0ആണ്. എന്നുവെച്ചാൽ ഇറാനിയൻ എണ്ണയ്ക്ക് പകരമായി റഷ്യയിൽ നിന്നും ചൈന വാങ്ങിയ ഓരോ ബാരൽ എണ്ണയും ഡോളർ രഹിത പ്രവണതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. 3ാമത്തെ ഘടകം ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു. അത് ചൈന സാമ്പത്തിക വളർച്ച നിലനിർത്തി എന്നുള്ളതാണ്. അവരുടെ നിർമ്മാണ മേഖലകൾ സജീവമായി തുടർന്നു. ഗതാഗതം തടസ്സമില്ലാതെ മുൻപോട്ട് പോയി. തങ്ങൾ നിർമ്മിച്ച ബദൽ ഘടനയ്ക്ക് ഒരു വലിയ വിതരണ ആഘാതത്തെ പ്രതിസന്ധികളില്ലാതെ നേരിടുവാനുള്ള ശേഷിയുണ്ട് എന്ന് ചൈന ലോകത്തിന് ഇതിൽ കൂടി കാട്ടിക്കൊടുക്കുകയായിരുന്നു. ചൈനയുടെ ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്തുക എന്ന തന്ത്രപരമായ ലക്ഷ്യം പരാജയപ്പെടുക മാത്രമല്ല, അത് തടയുവാൻ ഉദ്ദേശിച്ച പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെയാണ് ആരും കാണാതെ പോയ എന്നാൽ എല്ലാ സൈനിക ഇടപെടലുകളെക്കാളും പ്രാധാന്യമുള്ള ഒരു വികാസമുള്ളത്. ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവയാണ് പെട്രോ ഡോളർ സംവിധാനത്തിന്റെ പ്രധാന ചാലക ശക്തികൾ. അവർ എണ്ണ ഡോളറിൽ വിൽക്കുന്നു. അവരുടെ അധിക വരുമാനം അമേരിക്കൻ സാമ്പത്തിക ആസ്തികളിൽ തന്നെ നിക്ഷേപിക്കുന്നു. അമേരിക്കൻ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ആഗോള റിസർവ് കറൻസിയായി ഡോളർ നിലനിൽക്കുന്നതിനുള്ള രാഷ്ട്രീയ അടിത്തറ നൽകുന്നത് ഇവരാണ്. അവരുടെ സഹകരണമില്ലാതെ പെട്രോ ഡോളർ സംവിധാനം പ്രവർത്തിക്കില്ല, അത് നിലനിൽക്കുക പോലുമില്ല. ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തിന് ആധാരമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ വ്യക്തമാണ്.
അമേരിക്കൻ സൈനിക ശക്തി ഗൾഫ് രാജ്യങ്ങളെ പ്രാദേശിക ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കും. പകരം ഗൾഫ് രാജ്യങ്ങൾ പെട്രോ ഡോളർ ക്രമീകരണം നിലനിർത്തും. ഇതായിരുന്നു പതിറ്റാണ്ടുകളായിട്ടുള്ള ഡീൽ. എന്നാൽ ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ യുദ്ധം ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടിയുടെ വിശ്വസനീയതയ്ക്ക് എന്ത് സംഭവിപ്പിച്ചു? ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും UAEയുടെ വ്യവസായ മേഖലകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഖത്തറിന്റെ പ്രധാന ഊർജ്ജ ഉൽപാദന കേന്ദ്രത്തെ അത് ലക്ഷ്യമിട്ടു. സൗദി ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടായി. കുവൈറ്റും ബഹ്റിനും ആക്രമണങ്ങൾ നേരിട്ടു. ഗൾഫിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് ഇറാനിയൻ ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സംരക്ഷണം നൽകുവാൻ കഴിയില്ല എന്ന് ഈ മിസൈൽ ഡ്രോൺ ക്യാമ്പയിനുകൾ തെളിയിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ, സുരക്ഷയ്ക്കായി തങ്ങൾ പണം നൽകുന്ന സംവിധാനത്തിന് വിചാരിച്ചത്ര ശേഷിയില്ല എന്ന് കാണുമ്പോൾ ഏതൊരു യുക്തിസഹമായ ഭരണകൂടവും ചിന്തിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. അത്രമാത്രമേ ഉള്ളൂ. അവർ തങ്ങളുടെ ഓപ്ഷനുകൾ പുനഃപരിശോധിക്കുകയാണ്. അത് പെട്ടെന്ന് നാടകീയമായി വാഷിംഗ്ടണുമായി നാളെ ഒരു ബന്ധം വേർപെടുത്തിക്കൊണ്ടാവില്ല. മറിച്ച് വലിയ ശക്തികൾക്കിടയിൽ അതിജീവിക്കുവാൻ ശ്രമിക്കുന്ന ചെറിയ രാജ്യങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ അധികാര സന്തുലിതാവസ്ഥ മാറുമ്പോൾ വളരെ നിശബ്ദമായി തങ്ങളുടെ സഖ്യങ്ങളെ പുനർക്രമീകരിക്കുന്ന രീതിയിലേക്ക് എത്തും. അതാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഈ പുനർവിചിന്തനത്തിന്റെ ഇടയിലേക്കാണ് ചൈന വളരെ തന്ത്രപരമായി പ്രവേശിക്കുന്നത്. ചൈനയുടെ ഈ സമീപനമാണ് ബദൽ മാർഗങ്ങൾ തേടുന്ന രാജ്യങ്ങൾക്ക് അവരെ ആകർഷകമാക്കുന്നത്. അമേരിക്ക യുദ്ധം ചെയ്തു നടക്കുമ്പോൾ ചൈന നിലയുറപ്പിക്കുന്നു എന്നുള്ള ലളിതമായ നിരീക്ഷണത്തിനപ്പുറം ഇതിലെ ചില പ്രത്യേക ഘടകങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് തന്ത്രപരമായ നിലപാടാണ്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ സംഘർഷത്തിലെ എല്ലാ കക്ഷികളുമായി ഇറാൻ, ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ റഷ്യ, അമേരിക്ക ഈ രാഷ്ട്രങ്ങളുമായെല്ലാം നിരന്തര ബന്ധം പുലർത്തുന്നുണ്ട്. അവർ എല്ലായ്പ്പോഴും വെടിനിർത്തൽ ചർച്ചകൾക്കും രാഷ്ട്രീയ പരിഹാരങ്ങൾക്കും വേണ്ടിയാണ് വാദിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഒരു നയതന്ത്ര മാരത്തൺ തന്നെയാണ് നടത്തുന്നത്. അദ്ദേഹം കോളുകൾ ചെയ്യുന്നു, പ്രതിനിധി സംഘങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു. ചുരുക്കത്തിൽ, അമേരിക്കയും ഇസ്രായേലും ചേർന്ന ഗ്രൂപ്പിൽ തുടങ്ങിയ ഒരു യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള രാജ്യമായി ചൈന സ്വയം അടയാളപ്പെടുത്തുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതിന്റെ സ്വാധീനം ചെറുതല്ല. യുദ്ധം കാരണം ദുരിതം അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. തകരുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയാണ്. അമേരിക്ക ഈ യുദ്ധം ഗൾഫ് രാജ്യങ്ങളുടെ അയൽപ്പക്കത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ചൈന യുദ്ധം അവസാനിപ്പിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ട്രംപ് നാഴികയ്ക്ക് 40 വട്ടം നിലപാടുകൾ മാറ്റി പറയുകയും സ്വയം വിശ്വാസ്യത നഷ്ടപ്പെടുത്തി ഒരു ഭാഗത്ത് ചർച്ച, മറുഭാഗത്ത് ആക്രമണം, ഇത്തരത്തിലുള്ള അസ്ഥിരമായ നിലപാടുകളുമായി മുൻപോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന ഗൾഫ് രാജ്യങ്ങളുടെ കണക്ക് കൂട്ടലിൽ ചൈന ഇടം പിടിക്കുകയാണ്. രണ്ടാമത്തെ ഘടകം വെടിനിർത്തൽ എന്ന നയതന്ത്രമാണ്. ഇവിടെയാണ് ഈ വിശകലനം കൂടുതൽ കൗതുകകരമായി മാറുന്നത്. ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുന്നതിൽ ചൈന നിർണായകവും ഘടനാപരവുമായ പങ്കുവഹിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പരസ്യമായി ഈയിടെ സമ്മതിക്കുകയുണ്ടായി. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി ഇറാന്റെ കീഴടങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിൽ വിഭവങ്ങൾ ചെലവഴിച്ചിട്ടും അത് പരാജയപ്പെട്ടപ്പോൾ തങ്ങൾ ആഗ്രഹിച്ച രാഷ്ട്രീയ ഫലം നേടുവാൻ ചൈനയുടെ നയതന്ത്ര സ്വാധീനത്തെ ആശ്രയിക്കേണ്ടി വന്നു. ഇതിലൂടെ അമേരിക്ക തന്നെ ചൈനയുടെ നയതന്ത്ര ശേഷിയെ അംഗീകരിക്കുകയും അമേരിക്കൻ സൈനിക ശക്തിക്ക് നേടുവാൻ കഴിയാത്തത് ചൈനീസ് നയതന്ത്രത്തിന് നേടാൻ ആകും എന്ന ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് കേവലം ഒരു പബ്ലിക് റിലേഷൻസ് മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര സമൂഹം ഇരു ശക്തികളുടെയും ശേഷിയെ എങ്ങനെ കാണുന്നു എന്നതിലെ ഘടനാപരമായ മാറ്റമാണ്. മൂന്നാമത്തെ ഘടകം ചൈന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരിട്ട് നൽകുന്ന ദീർഘകാല ഓഫറുകളാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടെ എണ്ണ വാങ്ങുവാൻ എപ്പോഴും ഒരു ഉപഭോക്താവിനെ ആവശ്യമുണ്ട്. അതൊരിക്കലും മാറില്ല. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ്. ആ വസ്തുതയും ഒരിക്കലും മാറില്ല. ചൈന ഗൾഫ് ബന്ധത്തിന്റെ ഇടപാട് അടിത്തറയ്ക്ക് ഒരു സൈനിക സഖ്യമോ പങ്കിട്ട രാഷ്ട്രീയ വ്യവസ്ഥയോ പരസ്പര സ്നേഹമോ ആവശ്യമില്ല. വിശ്വസനീയമായ വാണിജ്യ ബന്ധങ്ങളും കൃത്യമായ പണമിടപാടുകളും മാത്രം മതിയാവും. ചൈന വാഗ്ദാനം ചെയ്യുന്നത് വെറും വാണിജ്യത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതാണ് തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ്. പങ്കാളിത്തത്തിലുടനീളം നൽകുന്നത് പോലെ രാഷ്ട്രീയ നിബന്ധനകളില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങളാണ് ചൈന മുൻപോട്ട് വെക്കുന്നത്. ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങളോ റെജീം ചേഞ്ച് നിബന്ധനകളോ ഇല്ലാത്ത സാമ്പത്തിക ഇടപെടലുകളാണ് അവ. തങ്ങളുടെ ഭരണം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഗൾഫ് ഭരണാധികാരികൾക്ക് അമേരിക്ക ഇടയ്ക്കിടെ ഉയർത്തുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാത്ത ചൈനയുടെ ഈ സമീപനം വലിയ സുരക്ഷിതത്വമാണ് നൽകുന്നത്. ഈ ദീർഘകാല പ്രാക്ടിക്കൽ മനസ്സിലാക്കുവാൻ ടാക്ടിക്കൽ തിങ്കിങ്, പൊസിഷണൽ തിങ്കിങ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയണം. ടാക്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് പെട്ടെന്നുള്ള നീക്കങ്ങളിലും പ്രതികരണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഒരു ഭീഷണി കണ്ടാൽ അതിനെ ഇല്ലാതാക്കുക, ഒരവസരം കണ്ടാൽ അത് ചൂഷണം ചെയ്യുക. ഇതിന്റെ സമയപരിധി വളരെ ചെറുതാണ്. ഇറാന്റെ മേലുള്ള ക്യാമ്പയിൻ ഈ രീതിയിലാണ് ആസൂത്രണം ചെയ്തത്. ഇറാൻ ഒരു ഭീഷണിയാണ്.
അതിനെ ഇല്ലാതാക്കുക, അതോടുകൂടി ആ പ്രശ്നം തീർന്നു. എന്നാൽ പൊസിഷണൽ തിങ്കിങ് എന്നത് കളിയുടെ ഘടനയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിലെ നീക്കത്തിൽ ആര് ജയിക്കും എന്നുള്ളതല്ല, മറിച്ച് ദീർഘകാലത്തേക്ക് ബോർഡിന്റെ ഘടന എങ്ങനെ നിലനിർത്തിയാൽ വിജയം സുനിശ്ചിതമാക്കാം എന്നുള്ളതാണ് അത് ചിന്തിക്കുന്നത്. പൊസിഷണൽ തിങ്കേഴ്സ് ദീർഘകാല നേട്ടങ്ങൾക്കായി താൽക്കാലിക ലാഭങ്ങൾ വേണ്ടെന്ന് വെക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ യുദ്ധം അമേരിക്കയുടെ സൈനിക വിഭവങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഗൾഫ് വിന്യാസം അമേരിക്കയുടെ വലിയൊരു ഭാഗം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും പ്രിസിഷൻ യുദ്ധോപകരണങ്ങളെയും കവർന്നെടുത്തു കഴിഞ്ഞു. ഇത് പെട്ടെന്ന് പുനഃസ്ഥാപിക്കുവാൻ അമേരിക്കയുടെ ഉൽപാദന ശേഷിക്ക് കഴിയില്ല. ഇത് മറ്റു തന്ത്രപ്രധാനമായ മേഖലകളിലെ അവരുടെ ശ്രദ്ധയെ കുറയ്ക്കുന്നു. ചൈന ഇതൊരു പാഠപുസ്തകം പോലെയാണ് പഠിക്കുന്നത്. അമേരിക്കൻ സിസ്റ്റങ്ങൾ സമ്മർദ്ദത്തിലാകുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏതൊക്കെ പ്രതിരോധ നടപടികളാണ് ഫലപ്രദം, എവിടെയൊക്കെയാണ് പിഴവുകൾ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ചൈനീസ് നയതന്ത്രജ്ഞർ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകളുടെയും പ്രിസിഷൻ മിസൈലുകളുടെയും ഉൽപ്പാദനം മാസങ്ങൾ കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. ഒരു മേഖലയിൽ തീർന്നു പോകുന്ന ആയുധ ശേഖരം മറ്റു മേഖലകളിൽ നിന്നും ലഭ്യമാകില്ല. ചൈന മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ചെയ്യുന്നില്ല, അവർ തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ചൈനയ്ക്കെതിരെ ചൈന നേരിട്ട് പങ്കാളിയാകാത്ത ഒരു യുദ്ധത്തിൽ ആയുധങ്ങൾ പാഴാക്കുന്നു. അത് ചൈന നിശബ്ദമായി നോക്കി നിന്ന് രസിക്കുകയാണ്. ചില കൃത്യമായ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് 2015 ചൈനീസ് യുവാനിൽ വ്യാപാരം ചെയ്യപ്പെട്ട ആഗോള എണ്ണയുടെ അളവ് അത് വട്ടപൂജ്യമായിരുന്നു എന്നുള്ളതാണ്. യുവാൻ അധിഷ്ഠിത എണ്ണ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അന്ന് നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സംഘർഷത്തിന് തൊട്ട് മുമ്പ് അത് വലിയ രീതിയിൽ മാറി. ചൈനയുടെ സ്വന്തം എണ്ണ ഇറക്കുമതിയുടെ 20% ഡോളർ ഇതര സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അമേരിക്കൻ ആസൂത്രകർക്ക് പറ്റിയ വലിയൊരു അബദ്ധമുണ്ട്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ ആഗോള എണ്ണ വില നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇറാനിയൻ എണ്ണ കയറ്റുമതികൾക്ക് അമേരിക്ക ചെറിയ ചില ഇളവുകൾ നൽകിയിരുന്നു. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അവരത് ചെയ്തത്. എന്നാൽ ഇതിന്റെ ഫലമായി ഇറാന് അവരുടെ വാർഷിക പ്രതിരോധ ബജറ്റിൽ കൂടുതൽ വരുമാനം ലഭിക്കുകയും അത് യുദ്ധം ദീർഘകാലം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. താൽക്കാലിക സാമ്പത്തിക മാനേജ്മെന്റിനായിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളെ തകർക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇതേസമയം ചൈനയുടെ ഊർജ്ജ വിതരണത്തിന്മേൽ അമേരിക്കയെ ഏൽപ്പിക്കുന്ന ഓരോ സാമ്പത്തിക സമ്മർദ്ദവും പെട്രോളിയത്തിന് ബദലായുള്ള ചൈനയുടെ ആഭ്യന്തര നിക്ഷേപങ്ങളെ വേഗത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ചൈനയുടെ സോളാർ പാനൽ ഉൽപാദന ശേഷി ഇന്ന് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും ആകെ ഉൽപാദനത്തെക്കാൾ കൂടുതലാണ്. അവരുടെ ഇലക്ട്രിക് വാഹന വിന്യാസവും ന്യൂക്ലിയർ പവർ കൺസ്ട്രക്ഷൻ പ്രോഗ്രാമും ലോകത്ത് ഒന്നിനും ഒപ്പമല്ല. ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്കുമേലുണ്ടാകുന്ന ഓരോ തടസ്സവും ഈ പ്രോഗ്രാമുകൾ വേഗത്തിലാക്കുന്ന രാഷ്ട്രീയ ന്യായീകരണമായി മാറുകയാണ്. ഇത് പെട്രോ ഡോളർ സംവിധാനത്തിന്മേലുള്ള ചൈനയുടെ ദീർഘകാല ആശ്രിതത്വം എന്നേക്കുമായി ഇല്ലാതെയാക്കും. ഡോളറിന്റെ ആഗോള റിസർവ് കറൻസി പദവി എന്നുള്ളത് ഒരു ഭൗതികശാസ്ത്ര നിയമമല്ല, മറിച്ച് രാജ്യങ്ങളും സെൻട്രൽ ബാങ്കുകളും ട്രീറ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ മാത്രമാണ്. സാഹചര്യങ്ങൾ മാറുമ്പോൾ ഈ വ്യവസ്ഥകളും വസ്തുതകളും മാറാം. അമേരിക്കൻ സുരക്ഷാ ഗ്യാരണ്ടി വിശ്വസനീയമാണെന്ന ബോധ്യത്തിന്മേലാണ് പെട്രോ ഡോളർ സംവിധാനം നിലനിൽക്കുന്നത്. ആ സുരക്ഷാ ഗ്യാരണ്ടി അപൂർണമാണ് എന്ന് തെളിയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ മാറും. ഒരൊറ്റ രാജ്യം പോലും പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഡോളർ ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിക്കില്ല. അവർ സാവധാനം തങ്ങളുടെ റിസർവുകൾ വൈവിധ്യവൽക്കരിക്കും. ഉഭയകക്ഷി വ്യാപാരങ്ങളിൽ ബദൽ കറൻസികൾ സ്വീകരിക്കും. ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ അവർ പരീക്ഷിക്കും. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വർഷങ്ങൾ കൊണ്ട് വലിയ ഘടനാപരമായ മാറ്റങ്ങളായി മാറും. ഈ യുദ്ധം ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയ തെളിവ് ഇതാണ്. ഇതുവരെ തങ്ങൾക്ക് സുരക്ഷയൊരുക്കിയിരുന്ന അമേരിക്കൻ സൈനിക സംരക്ഷണത്തിന് പരിമിതികളുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞു. ഇറാനിയൻ ഡ്രോണുകൾ ഗൾഫ് കേന്ദ്രങ്ങളിലെത്തുമ്പോൾ, എണ്ണ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകരുമ്പോൾ ആ സുരക്ഷാ ഗ്യാരണ്ടിയുടെ പോരായ്മകൾ അവർ നേരിട്ട് നോക്കിക്കാണുകയാണ്. സൈനിക വിശ്വസനീയതയിലെ തകർച്ച സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പതുക്കെയുള്ളതും പരോക്ഷവുമായ പ്രക്രിയയാണ്. 20-ാം നൂറ്റാണ്ടിലെ ശക്തി എന്ന് പറയുന്നത് സൈനികപരമായിരുന്നു. ഒരേ സമയം പലയിടങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കുവാനും യുദ്ധങ്ങളിൽ വിജയിക്കുവാനുള്ള ശേഷിയുമായിരുന്നു അത്. അമേരിക്ക കെട്ടിപ്പടുത്തത് ഈ ശക്തിയാണ്. അത് ലോകത്തിലെ ഏറ്റവും മികച്ചതുമാണ്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ശക്തി എന്നുള്ളത് ഘടനാപരമാണ്. ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ജയിക്കുവാനല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ശൃംഖലകളുടെ ചരക്കുകൾ, ഊർജം, മൂലധനം, വിവരങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരാണ് ശക്തരായി മാറുന്നത്. ഘടനാപരമായ ശക്തി സൈനിക വിജയങ്ങളെ ആശ്രയിക്കുന്നില്ല, മറിച്ച് മറ്റ് രാജ്യങ്ങൾ നിങ്ങളെ അത്രത്തോളം ആശ്രയിക്കുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിൽ പെട്രോ ഡോളർ സംവിധാനത്തിലൂടെയും ബ്രട്ടൻ വുഡ്സ് സ്ഥാപനങ്ങളിലൂടെയും അമേരിക്ക ഇത് നേടിയിരുന്നു. എന്നാൽ ചൈന 21-ാം നൂറ്റാണ്ടിൽ ഘടനാപരമായ സ്ഥാനം നിർമ്മിക്കുന്നത് മറ്റൊരു രീതിയിലാണ്.
അതെ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി 140-ലധികം രാജ്യങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ, തുറമുഖങ്ങൾ, റെയിൽവേകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയിലൂടെ അവർ ബന്ധിപ്പിക്കുന്നു. ആഗോള വ്യവസായ ഉൽപാദനത്തിന്റെ 30% ചൈനീസ് നിർമ്മാണ മേഖലയിൽ നിന്നാണ്. സെമി കണ്ടക്ടർ ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമായ അപൂർവ ധാതുക്കളുടെ സിംഹഭാഗവും ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ഇറാൻ, റഷ്യ, മധ്യേഷ്യ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുമായി ചൈന കെട്ടിപ്പടുക്കുന്ന ഊർജ്ജ ശൃംഖലകൾ പെട്രോ ഡോളറിന് ബദലായി വർഷം തോറും ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക ശക്തി ദൃശ്യമാണ്, എയർക്രാഫ്റ്റ് കാരിയറുകൾ ആകർഷകമാണ്. എന്നാൽ ഘടനാപരമായ ശക്തി അത് നിശബ്ദമാണ്, അത് ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സപ്ലൈ ചെയിൻ ബന്ധത്തെ ബോംബ് വെച്ച് തകർക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു പേയ്മെന്റ് ശൃംഖലയെ ഉപരോധിക്കുവാനും കഴിയില്ല. അവസാനമായി പറയുവാൻ പോകുന്നത്, ഇനി ഈ സംഘർഷാനന്തര ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ യുദ്ധം അവസാനിക്കും. കാരണം മിഡിൽ ഈസ്റ്റിലെ നീണ്ട സൈനിക ക്യാമ്പയിനുകളോട് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിന് താല്പര്യം കുറവാണ്. ഒപ്പം ഊർജ്ജ വിലക്കയറ്റവും വിപണിയിലെ അസ്ഥിരതയും കാരണമുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധം തുടരുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയെ മറികടക്കും. തങ്ങൾ തോറ്റിട്ടില്ലെന്ന് തെളിയിച്ച ഇറാൻ ഒരു കീഴടങ്ങലിന് തയ്യാറാകാതെയായിരിക്കും ചർച്ചകൾ നടത്തുക. യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്ക നേടാൻ പോകുന്നത് വലിയൊരു ഘടനാപരമായ ബാധ്യതയായിരിക്കും. അവരുടെ സൈനിക വിഭവങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വർഷങ്ങളും വലിയ തുകകളും അവർക്ക് വേണ്ടിവരും. ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും കെട്ടിപ്പടുക്കേണ്ടതായി വരും. ആഗോള ഊർജ്ജ വിപണിയിൽ ഡോളറിന്റെ പദവിക്ക് വലിയ ഇളക്കം തട്ടും. അതേസമയം ചൈനയുടെ ബദൽ സംവിധാനം അതിന്റെ കരുത്ത് തെളിയിച്ചിട്ടുണ്ടാവും. ഈ കാലയളവിൽ ചൈന ഒരു വലിയ നയതന്ത്ര ശക്തിയായി ഉയർന്നു വരും. സംഘർഷത്തിനിടയിലും അതിനുശേഷവും ചൈന വളർത്തിയെടുക്കുന്ന ഗൾഫ് ബന്ധങ്ങൾ എണ്ണ ഇടപാടുകളിൽ യുവാന്റെ പങ്ക് വർദ്ധിപ്പിക്കും. സൗദി അറേബ്യയുടെ വിഷൻ 2030 സാമ്പത്തിക പരിവർത്തന പ്രോഗ്രാം ഇതിനകം തന്നെ ചൈനീസ് വാണിജ്യ പങ്കാളിത്തത്തെയാണ് ഏറെയും ആശ്രയിക്കുന്നത്. UAE ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായി മാറിക്കഴിഞ്ഞു. ഖത്തർ ദീർഘകാല കരാറുകൾ വഴി ചൈനയ്ക്ക് NLG വിൽക്കുന്നു. ഈ ബന്ധങ്ങൾ പരസ്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ തന്നെ സംഘർഷാനന്തര സഖ്യങ്ങൾക്ക് അടിത്തറയിടും. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ഭൂപ്രദേശം പേർഷ്യൻ ഗൾഫിന്റെ വ്യോമാതിർത്തിയല്ല, മറിച്ച് ആഗോള തെക്കൻ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന വാണിജ്യ, ഊർജ്ജ, സാമ്പത്തിക, സാങ്കേതിക ബന്ധങ്ങളുടെ ശൃംഖലയാണ്. ചൈന അമേരിക്കയുമായി യുദ്ധം ചെയ്യുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള സൈനിക മേഖലയിലല്ല, മറിച്ച് സൈനിക മേൽക്കോയ്മയ്ക്ക് പ്രാധാന്യമില്ലാത്ത വാണിജ്യ ബന്ധങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങൾ, കറൻസി, നയതന്ത്രം, ഊർജ്ജ ശൃംഖല നിർമ്മാണം എന്നിവയിലാണ്. അമേരിക്ക തങ്ങൾക്ക് പരിചയമുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചൈന വരുവാനിരിക്കുന്ന ഭാവി നിർണ്ണയിക്കുന്ന മേഖലകളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിക്കും. ഊർജ്ജ വിപണി സ്ഥിരത കൈവരിക്കും. സൈനിക കണക്കുകൾ പൂർത്തിയാകും. അപ്പോൾ പുറത്തു വരുന്ന ഘടനാപരമായ ഭൂപ്രകൃതി ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ളതിനേക്കാൾ ചൈനീസ് ദീർഘകാല താല്പര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും. അമേരിക്കയുടേതുപോലെയുള്ള വലിയ സൈനിക ബജറ്റോ ഒരൊറ്റ സൈനികനോ വലിയ തന്ത്രങ്ങളോ ഏറ്റുമുട്ടലുകളോ ഇല്ലാതെ ചൈന അത് നേടിയെടുത്തു. എതിരാളി താൽക്കാലിക നീക്കങ്ങളിലൂടെ സമീപിച്ച ഒരു പ്രശ്നത്തെ ചൈന ഘടനാപരമായ ചിന്തയോടുകൂടി സമീപിച്ചു. മറ്റുള്ളവർ ചിലവഴിക്കുമ്പോൾ അവർ റിസർവുകൾ നിർമ്മിച്ചു. മറ്റുള്ളവർ തകർക്കുമ്പോൾ അവർ ബന്ധങ്ങൾ ആഴത്തിലാക്കി. മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ ബദലുകൾ വാഗ്ദാനം ചെയ്തു. 21-ാം നൂറ്റാണ്ടിൽ യുദ്ധം ചെയ്യാതെ വിജയിക്കുക എന്നുള്ളത് ഇങ്ങനെയാണ്. മാധ്യമങ്ങളുടെ ക്യാമറകൾ ബോംബുകളിലേക്കും മിസൈലുകളിലേക്കും കത്തുന്ന എണ്ണപ്പാടങ്ങളിലേക്കും തിരിയുമ്പോൾ വരുവാനിരിക്കുന്ന കാലത്തെ നിശ്ചയിക്കുവാൻ പോകുന്ന ഈ നിശബ്ദമായ കരുനീക്കങ്ങളെ അവർ പൂർണ്ണമായും കാണാതെ പോവുകയാണ്.